ആറ്റിങ്ങൽ ലീഡർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ അവനവഞ്ചേരി തച്ചൂർകുന്നിൽ നടന്ന ഓണത്തിന് ഒരു കൈത്താങ്ങ് എന്ന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം പീതാംബരക്കുറുപ്പ് ex-MP നിർവഹിച്ചു. 150-ൽ പരം കുടുംബങ്ങൾക്ക് പച്ചക്കറി ഉൾപ്പെടെയുള്ള കിറ്റുകൾ വിതരണം ചെയ്യുകയും INTUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം VS അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. സമ്മേളനത്തിൽ ലീഡർ സാംസ്കാരിക വേദി സെക്രട്ടറി S. ശ്രീരംഗൻ സ്വാഗതം പറയുകയും പ്രസിഡന്റ് K. കൃഷ്ണമൂർത്തി അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. ജയചന്ദ്രൻ നായർ, A. ഗോപി, ശാസ്തവട്ടൻ രാജേന്ദ്രൻ, നാസർ പള്ളിമുക്ക്, S. മധുസൂദനൻ നായർ, ചന്ദ്രശേഖരൻ നായർ എന്നിവർ ആശംസകൾ അറിയിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ MP ഇവിടെ സ്ഥലത്തില്ല, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം കൂടി ഒന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഓണത്തിൻ്റെ ഈ കൈത്താങ്ങ് പച്ചക്കറി കിറ്റ് അത് ഔപചാരികമായി മറ്റ് ജനങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി കോൺഗ്രസിൻ്റെ സീനിയർ നേതാവും മുൻ MP-യുമായ ശ്രീ N. പീതാംബരക്കുറുപ്പ് സാറാണ് ഇത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അദ്ദേഹത്തിന് ലീഡർ സാംസ്കാരിക വേദിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു സാമൂഹ്യ പ്രവർത്തനം, പാവപ്പെട്ടവർക്ക് കിറ്റ് വിതരണം ചെയ്യുന്ന, അത് മലക്കര കിറ്റ് വിതരണം ചെയ്യുന്ന ഈ പരിപാടി കൃത്യമായും എല്ലാ വർഷവും നടത്തുന്നു എന്നുള്ളതാണ് ഈ സംഘടനയുടെ പ്രത്യേകതയും. ഇതിൻ്റെ സംഘാടകരായ ശ്രീ ശ്രീരംഗൻ, അതിൻ്റെ സെക്രട്ടറി ശ്രീരംഗൻ മുൻകൈയെടുത്താണ്. അതുപോലെ ഇതിൻ്റെ പ്രസിഡന്റ് ശ്രീ മൂർത്തി, ഇവർ രണ്ടുപേരും മുൻകൈയെടുത്ത് നടത്തുന്ന ഈ പ്രോഗ്രാം കൃത്യമായി എല്ലാ വർഷവും നടത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. ഈ പ്രദേശത്തുള്ളൊരു വനിതയ്ക്ക് അവരുടെ 2 വൃക്കകളും തകരാറിലായപ്പോൾ വൃക്ക മാറ്റിവെക്കുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്ക് ഉൾപ്പെടെയുള്ള ചെലവുകൾ ലീഡർ സാംസ്കാരിക വകുപ്പ് ഈ നടത്തും, ലീഡർ സാംസ്കാരിക വേദി നടത്തും എന്നുള്ള പ്രഖ്യാപനം അത് കൃത്യമായി നടത്തി എന്നുള്ളതാണ്. ഏകദേശം 13 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി കളക്ട് ചെയ്ത് കൊടുത്തത്. അതുപോലെ ആശുപത്രിയിലെ ചെലവുകൾ, ഇതെല്ലാം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റ് ചിലവുകളൊക്കെ ലീഡർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടത്തി എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യങ്ങളല്ല. ഓണം ലോകത്തിലെങ്ങുമില്ലാത്ത ഒരു സവിശേഷമായ ആഘോഷമാണ്. ഈ ആഘോഷത്തിൻ്റെ മഹിമ ഇത് ഒരു മതത്തിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും ആഘോഷം അല്ല, മറിച്ച് ഇവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ആഘോഷമാണ്. ചരിത്രാതീത കാലത്ത് നമ്മളെല്ലാം വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരു ചക്രവർത്തി നമുക്കുണ്ടായിരുന്നു. അന്ന് ഈ മലയാളക്കര ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ ഭരണാധികാരിയെ ചക്രവർത്തി എന്ന് വിളിക്കാൻ കാരണം. ഇന്ത്യയുടെ ഭാഗമായിട്ടല്ല കണക്കാക്കിയിരുന്നത്. വാനരന്മാർക്ക് ഒരു സ്വന്തം രാജ്യം ലോകത്തുണ്ടായിരുന്നത് കിഷ്കിന്ധയാണ്. ആ കിഷ്കിന്ധ ഇപ്പോഴത്തെ അച്ചൻകോവിൽ തൊട്ട് ഏതാണ്ട് കന്യാകുമാരിയോളം വ്യാപിച്ച് കിടക്കുന്ന, കിഴക്ക് കൂടി കടന്നു പോകുന്ന ഒരു പ്രദേശമായിരുന്നു. അത് നമ്മൾ പുരാണങ്ങളിലൂടെയൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ചേർന്ന് കിടക്കുന്ന കേരളം പ്രകൃതി സൗന്ദര്യം കൊണ്ടും വിഭവ സമൃദ്ധി കൊണ്ടും ലോകത്തെ അതിശയിപ്പിച്ച ഒരു പ്രദേശമായിരുന്നു. ഇവിടെ ഭരിച്ചിരുന്ന വളരെ കാരുണ്യവാനായ ഒരു ചക്രവർത്തിയായിരുന്നു മഹാബലി. ബലി എന്ന് പറഞ്ഞാൽ തന്നെ ദാനമെന്നും ധർമ്മമെന്നും അങ്ങനെ നിരവധി അർത്ഥങ്ങളുണ്ട്. ആ മഹാബലിയുടെ പ്രവർത്തനങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തി, അസൂയപ്പെടുത്തി, ദേവലോകത്തെ വല്ലാതെ അസൂയാലുക്കളാക്കി.
ദേവന്മാർ അങ്ങനെ തീരുമാനിച്ചു, ഇങ്ങനെ ഒരു ചക്രവർത്തിയെ നമുക്ക് വച്ചിരുന്നുകൂടാ. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ വാമന അവതാരം ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടുകയും ധർമ്മിഷ്ഠനായ ഇദ്ദേഹത്തോട് സ്ഥലം ചോദിക്കുകയും 3 അടി മതിയെന്ന് പറയുകയും, അതെന്താ ഇത്ര ചോദിക്കാൻ, ഈ 3 അടി കൊണ്ട് എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അടിയൻ അത് മതിയേ എന്ന് പറഞ്ഞാണ് വാമനൻ അത് ആവശ്യപ്പെട്ടത്. മഹാബലി ഇഷ്ടമുള്ളിടത്തു നിന്ന് 3 അടി അളന്നെടുക്കാൻ പറഞ്ഞു. അതിൻ്റെ കാപട്യം അദ്ദേഹം അറിഞ്ഞില്ല. ആ ചെറിയ വാമനൻ 1-ാമത്തെ ചുവട് കൊണ്ട് ഭൂതലം മുഴുവൻ അളന്നു, 2-ാമത്തെ ചുവട് കൊണ്ട് ആകാശം മുഴുവൻ അളന്നു, 3-ാമത്തെ ചുവട് പിടിക്കാൻ സ്ഥലമില്ലാതായപ്പോൾ ധർമ്മിഷ്ഠനും വാക്കിന് വില കൊടുക്കുന്ന, ഇപ്പോഴത്തെ പോലെയല്ല, ചക്രവർത്തിയായ മഹാബലി ശിരസ് കുനിച്ചു കൊടുത്തു, തല കൂടി ചേർത്ത് അളക്കാൻ. അങ്ങനെ ഭൂമിയിലേക്ക് താഴ്ത്തപ്പെട്ട, പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ട മഹാബലി പോകുമ്പോൾ ഒരു അനുവാദം ചോദിച്ചു. ആണ്ടിൽ 1 ദിവസം എനിക്ക് എൻ്റെ പ്രജകളെ വന്ന് കാണണം.